കപ്പഡോക്കയിലെ റെഡ് ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പം അടുത്ത ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവനോസ് എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് ഇതിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അവരുടെ ഭാഷയിൽ അവനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ സെറാമിക് പാത്രങ്ങൾ ഉണ്ടാക്കുന്ന അങ്ങനെ എന്തെങ്കിലും മീനിങ് വരുന്നതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവനോസ് എന്നാണ് ഇവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് പണ്ട് കാലം മുതൽക്കേ മനുഷ്യൻ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണിച്ചു തരുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു ഇതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരാൾ വന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് നമ്മുടെ ടൂറിൻ്റെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും 1-2 പേരിനെ നേരെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നുള്ള എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു സൗകര്യം ഒരുക്കി തരുന്നുണ്ട്. നമുക്കൊരു ടൂറിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു കൗതുകമാണ്. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ പാത്രം ഉണ്ടാക്കി തരുന്നത് എന്ന് മാത്രമല്ല, ഈ പാത്രങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു മേളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഓരോ തരത്തിലുള്ള പാത്രങ്ങളും നമുക്ക് വളരെ ഭംഗിയിലാണ് ഇവർ സെറാമിക്കിൻ്റെ ആണെങ്കിലും മൺപാത്രങ്ങളായിട്ടാണെങ്കിലും ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫോട്ടോയോ വീഡിയോസൊന്നും അലൗഡ് അല്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട്. എന്നാലും അവരുടെ അനുവാദത്തോടു കൂടെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാവുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത്, രാത്രി സമയങ്ങളിൽ ഇത് ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തായിരുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഒരു അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ റിഫ്ലക്ഷൻ നമുക്ക് നൈറ്റ് വിഷനിൽ കിട്ടുന്നത്. ശരിക്കും ടൂർ ട്രിപ്പിലുണ്ടായിരുന്ന ഞങ്ങൾ പലരും അതിശയത്തോടു കൂടിയാണ് ആ ഒരു കാഴ്ച കണ്ടത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രാചീന കാലം മുതൽക്കേ അതിഥികളെയൊക്കെ സൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് വീഞ്ഞായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനത്തെ പാത്രങ്ങളിലാണ്, ഏത് രീതിയിലാണ് ഇത് സെർവ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഇവർ കാണിച്ചു തരുന്നുണ്ട്. പണ്ട് കാലം മുതൽക്കേ അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഈ സെറാമിക് പാത്രങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വാങ്ങണമെന്ന് ഒരു നിർബന്ധമില്ല. അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അവർ ജസ്റ്റ് ഷോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനൊക്കെ അത്യാവശ്യം നല്ല വിലയും അവർ ഈടാക്കുന്നുണ്ട്. ഈ പല നിർമ്മിതികളും നമുക്ക് ഡിസൈനിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, വളരെ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയായി. അതിനു മുമ്പ് ലഞ്ച് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.